നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രകോപിതരാകരുത്, ക്ഷമ വേണം, മാന്യമായി പെരുമാറണം. വീട് കയറാൻ പോകുന്ന CPM പ്രവർത്തകർക്ക് പിണറായി വിജയന്റെ ഉപദേശം. ബെസ്റ്റ് നല്ല ആളാണ് ഉപദേശിക്കുന്നത്. വേദിയിൽ മൈക്കിനോട് വരെ കൊഞ്ഞണം കുത്തുന്ന വിജയൻ തന്നെ ഈ ഡയലോഗ് അടിക്കണമെന്ന് പൂര തെറിവിളി. കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് ചെന്ന് കയറിയിട്ട് ചെണ്ടമേളക്കാരോട് കലിപ്പിച്ചതേ ഉള്ളൂ ഈ മനുഷ്യൻ. എന്നിട്ട് വൈകിട്ട് വന്നിട്ട് ഉപദേശവും. ആശാൻ അടുപ്പിലുമാകാം, പക്ഷേ പ്രവർത്തകർ പഞ്ചപുച്ഛമടക്കി നിൽക്കണം. പാർട്ടിയുടെ കഴുക്കോലൂരിയിട്ട് പ്രവർത്തകരെ നാട്ടുകാരുടെ തെറിവിളി കേൾപ്പിക്കാൻ പറഞ്ഞയക്കുന്നു. അങ്ങേർക്ക് അങ്ങനെയൊക്കെ ഉപദേശിക്കാം. ജനങ്ങളെ കാണേണ്ടതും സംസാരിക്കേണ്ടതും ഞങ്ങളാണ്. കട്ടും മുടിച്ചും അമ്പലം കൊള്ളയടിച്ചും CPMനെ പാതാള കുഴിയിൽ മണ്ണിട്ട് മൂടിയിട്ട് ഉപദേശിക്കാൻ വന്നിരിക്കുന്നുവെന്ന് അണികൾ കലിതുള്ളുന്നു. നവകേരള സർവേയുടെ യഥാർത്ഥ ലക്ഷ്യം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തുടർഭരണം ഉറപ്പിക്കലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. 2025 ഒക്ടോബർ 22 സർവേയുടെ ജില്ലാതല നിർവഹണ സമിതി അംഗങ്ങൾക്കായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാലയുടെ ഉദ്ഘാടനത്തിലാണ് മുഖ്യമന്ത്രിയുടെ തുറന്നു പറച്ചിൽ. സർവേയുമായി എത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇതിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ നവകേരള സർവേ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നവകേരള സർവേയുടെ യഥാർത്ഥ ലക്ഷ്യം വിവരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ശബ്ദരേഖ പ്രാധാന്യമർഹിക്കുന്നത്. ശബ്ദരേഖയുടെ പൂർണ്ണ രൂപം നമുക്ക് നോക്കാം. അവർക്ക് വികസനവുമായി ബന്ധപ്പെട്ട അഭിപ്രായമുണ്ടാകും. ആ അഭിപ്രായങ്ങൾ കേൾക്കാനാണ് നമ്മൾ പോകുന്നത്. അതാണ് നമ്മുടെ ദൗത്യം. അത് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നിലവിലുള്ളതിനെ പറ്റി ഒരുപാട് സംശയങ്ങളും അഭിപ്രായങ്ങളും അവർ പ്രകടിപ്പിച്ചെന്നു വരാം. അത് കേട്ട് വിശദീകരണം കൊടുക്കാതെ വരാൻ പാടില്ല. എല്ലാ കാര്യങ്ങൾക്കും വിശദമായി വിശദീകരണം കൊടുക്കാൻ കഴിയും. ഇപ്പോൾ 10 വർഷമായി ഇവിടെ LDF സർക്കാർ അധികാരത്തിലിരിക്കുകയാണ്. ഇനി വീണ്ടും അത് തുടരണോ? ഇവിടെ സാധാരണഗതിയിൽ ഒരു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ആ സർക്കാരിനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം നാട്ടിൽ സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷേ കേരളത്തിലെ ഒരു പ്രത്യേകത നാട്ടിലിറങ്ങിയാൽ കാണാം. നിങ്ങളുടെ വോളണ്ടിയർമാരും ഇറങ്ങാൻ പോകുകയാണല്ലോ. അപ്പോൾ അവർക്കെല്ലാവർക്കും ബോധ്യപ്പെടും ഒരു തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരവും നാട്ടിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. മാത്രമല്ല, എന്തുകൊണ്ടാണ് തുടർഭരണം വേണം എന്ന് പറയുന്നത്? നമ്മുടെ നാടിൻ്റെ നേട്ടങ്ങൾ സംരക്ഷിക്കണം. കൂടുതൽ നല്ല രീതിയിലേക്ക് നാടിനെ ഉയർത്തണം. ഇതിന് തുടർഭരണം ആവശ്യമാണ്. ഇല്ലെങ്കിൽ നാട് പിറകോട്ട് പോകുകയാണ് ചെയ്യുക. മുൻകാലങ്ങളിലെ അനുഭവം അതാണ്. 2021 തുടർഭരണത്തിൻ്റെ ഭാഗമായി നല്ല നിലയ്ക്ക് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുണ്ട്. ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. 2031 ആകുമ്പോഴേക്കും കേരള സംസ്ഥാനം രൂപം കൊണ്ടിട്ട് ഒരു പ്രത്യേക നിലയിലേക്ക് സംസ്ഥാനം എത്തുകയാണ്. നല്ല രീതിയിലേക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയണം. അതിൻ്റെ ഭാഗമായിട്ടുള്ള നല്ല മാറ്റം കേരളത്തിൽ സംഭവിക്കണം. അതിന് നമ്മൾ സാധാരണ പറയുന്നത് നവകേരളം എന്നത് നമ്മുടെ നാടിൻ്റെ ജീവിത നിലവാരത്തിൽ വരുന്ന മാറ്റമാണ്. എല്ലാവർക്കും ആ മാറ്റം അനുഭവപ്പെടണം. അതിൽ വികസിത രാഷ്ട്രങ്ങളുടെ മധ്യവരുമായ വർഗത്തിൻ്റെ ജീവിത നിലവാര തോതിലേക്ക് കേരളത്തിൻ്റെ ജീവിത നിലവാര തോത് ഉയർത്തുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം. നല്ല മുന്നേറ്റം നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് പോരാ, ഇനിയും മുന്നേറേണ്ടതായിട്ടുണ്ട്. ആ മുന്നേറ്റത്തിന് ഒരു തുടർ ഭരണം എന്നത് ഒഴിച്ചുകൂടാനാകാത്തതാണ്. ഇതുകൂടി നമ്മുടെ പോകുന്ന ആളുകളുടെ മനസ്സിലുണ്ടാകണം. വലിയൊരു ദൗത്യമാണ് നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഈ പോകുന്ന വോളണ്ടിയർമാർ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയവരാകണമെന്നില്ല. കുറച്ചുപേർ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുകയുള്ളൂ. പ്രകോപിതരാകാതെ ശാന്തമായി കാര്യങ്ങൾ പറഞ്ഞു വിവരിക്കുക, അതാണ് അവർ ചെയ്യേണ്ട കാര്യം. ചിലരെങ്കിലും പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന് വരും. അതിൽ കുടുങ്ങാതെ ശാന്തമായി കാര്യങ്ങൾ വിശദീകരിച്ചു വരാൻ നമുക്ക് സാധിക്കണം. ഇത്രയുമാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞു. ഇതായിരുന്നു ആ ഓഡിയോയിലുള്ളത്. അതായത് ജനങ്ങളെ തുടർഭരണം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് ഈ വീട് കയറി പ്രചാരണത്തിന് പോകുന്നവർ അവരെ പറഞ്ഞു മനസ്സിലാക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. തുടർഭരണം ആവശ്യമില്ലെന്നാണ് ഒരു കൂട്ടം ആൾക്കാർ സർക്കാരിനെ തകർക്കുന്നതിന് വേണ്ടി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്നാൽ അവരുടെ വാദമുനകൾ ഒടിക്കാൻ നമുക്ക് കഴിയണം. ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ മാത്രമേ ഇവിടെ വികസനം സാധ്യമാകുകയുള്ളൂ എന്ന് എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിലാണ് മുഖ്യമന്ത്രി പറയുന്നത് അവർക്ക് പറയാനുള്ളത്, ജനങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അതെല്ലാം ക്ഷമയോടെ കേട്ട് നിൽക്കണം എന്ന്. എങ്ങനെ ക്ഷമയോടെ കേട്ട് നിൽക്കാനാണ്? ഇപ്പോൾ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ശബരിമല വിഷയമാണ്.
വീട് കയറിയുള്ള പ്രചാരണത്തിന് പോകുന്നവരുടെ ഉള്ളിൽ തീയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ജനങ്ങൾ ചോദിക്കുമോ എന്നുള്ളതാണ് അവരെ വേവലാതിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒരു മുൻകൂർ ജാമ്യം എടുത്തത്. അതായത് എല്ലാത്തിനും മറുപടി കൊടുത്തിട്ടേ തിരിച്ചു വരാൻ പാടുള്ളൂ, ആരോടും ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളോ ഉണ്ടാകരുതെന്നും അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടു നിൽക്കണം എന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നത് എല്ലാവരും ക്ഷമയുള്ളവരായി മാറണം എന്നാണ്. വീട് കയറി ഇറങ്ങി പ്രചാരണത്തിന് പോകുന്നവർക്ക് ആദ്യം വേണ്ടത് ക്ഷമയാണെന്ന്. ഇതേ മുഖ്യമന്ത്രി ഒരു വേദിയിൽ പോലും ക്ഷമയില്ലാത്ത ആളായി പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ മുഖ്യമന്ത്രി അവരുടെ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇത്. നല്ല ബെസ്റ്റ് ഒന്നാന്തരം ഉപദേശമായി പോയി. ആദ്യം സ്വയം നന്നായി കാണിച്ച മാതൃകയായാലല്ലേ ഈ മാതൃക പിന്തുടരാൻ അണികൾക്ക് കഴിയുകയുള്ളൂ. പക്ഷേ തമ്പുരാൻ എപ്പോഴും ധാർഷ്ട്യമാണ്. അത് ഞാൻ എവിടാണേലും കൊണ്ട് കാണിക്കും എന്നുള്ള ലൈനാണ് പിണറായിക്ക്. സർക്കാരിന്റെ നവകേരള സർവേ ഹൈക്കോടതി റദ്ദാക്കുന്നതിന് മുൻപേ പൊളിഞ്ഞിരുന്നു. 85 ലക്ഷം വീടുകൾ കയറാൻ ലക്ഷ്യമിട്ടതിൽ കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്ക് പ്രകാരം കയറിയത് 6 ലക്ഷം വീട്ടിൽ മാത്രമാണ്. 2 മാസത്തെ സർവേ കാലാവധി 10 ദിവസത്തിനകം തീരുമെന്നിരിക്കെ പരമാവധി 10 ലക്ഷം വീട്ടിൽ കയറി സർവേ അവസാനിപ്പിക്കാൻ ആലോചിച്ച ഘട്ടത്തിലാണ് ഹൈക്കോടതി വിധി വന്നത്. പ്രതിഫലം നൽകാതെ 85,000 വോളണ്ടിയർമാരെ ഉപയോഗിച്ച് 85 ലക്ഷം വീടുകൾ കയറാനായിരുന്നു സർക്കാർ പദ്ധതിയിട്ടത്. ജനുവരി 1 ആരംഭിച്ച ഗൃഹസന്ദർശനം ജനുവരി 30 പൂർത്തിയാക്കാനും പിന്നീട് ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകൾ നടത്തി റിപ്പോർട്ട് സമാഹരിച്ച് ഫെബ്രുവരി 28 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റിന് കൈമാറാനുമായിരുന്നു തീരുമാനം. എന്നാൽ വോളണ്ടിയർമാർ പരിശീലനം ആരംഭിച്ചത് തന്നെ ജനുവരി 1 ശേഷമാണ്. ലഭിച്ചത് 45,000 വോളണ്ടിയർമാരെ മാത്രം. ജനുവരി 30 തീർക്കേണ്ടിയിരുന്ന ഗൃഹസന്ദർശനത്തിന്റെ സമയം നീട്ടി നൽകിയിട്ടും കഴിഞ്ഞ 1.5 മാസത്തിനിടെ 6 ലക്ഷം വീടുകളിലേ കയറാനായുള്ളൂ. ഓട്ടോ സ്റ്റാൻഡ്, പാടശേഖര സമിതി, കുടുംബശ്രീ യൂണിറ്റ് എന്നിങ്ങനെയുള്ള ഫോക്കസ് ഗ്രൂപ്പുകളിലെ ചർച്ച 15,000-ഓളം ലക്ഷ്യമിട്ടതിൽ കഴിഞ്ഞ ദിവസം വരെ മാത്രം കഴിഞ്ഞത് 7,250 മാത്രമാണ്. ഇത്രയും കൂട്ടായ്മകളിലായി 1.5 ലക്ഷം പേർ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇവരുടെ ഈ ഗൃഹസന്ദർശന പരിപാടിക്ക് പ്രചാരണത്തിനിറങ്ങാൻ തയ്യാറാകാതെ ഒരുപാട് പേർ മാറി നിന്നിരുന്നു. CPMകാരെ വിരട്ടിയ, അവരെ വിറളി പിടിപ്പിച്ച പ്രധാന കാര്യം ശബരിമല തന്നെയായിരുന്നു. ഇതിൽ ജനങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടി പറയും എന്നുള്ളതായിരുന്നു അവരെ പാലിച്ചത്. അതുകൊണ്ട് തന്നെ വീട് കയറി ഇറങ്ങിയുള്ള പ്രചാരണം അമ്പേ പരാജയമായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാരണം പരിശീലനം കൊടുക്കാനാകാതെ വന്നതും കേസിൽ തീരുമാനം എന്തായിരിക്കുമെന്ന് സംശയിച്ചതും പ്രതിബന്ധമായി എന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ മിക്കയിടത്തും ആവശ്യത്തിന് വോളണ്ടിയർമാരെ കിട്ടിയില്ല എന്നതും വേതനമില്ലാത്തതിനാൽ പലരും വിട്ടുനിന്നതും തിരിച്ചടിച്ചു. ശേഖരിച്ച വിവരങ്ങൾ തുറന്ന് പരിശോധിക്കുന്നതിനെക്കുറിച്ച് തീരുമാനിക്കാൻ യോഗം ചേരാനിരിക്കെയാണ് കോടതി വിധി വന്നിരിക്കുന്നത്. അതായത് സർവേ കീറിയെറിഞ്ഞു. PRDയുടെ പ്രത്യേക പ്രചാരണ ഫണ്ട് എന്ന ശീർഷകത്തിൽ 20 കോടി രൂപ നീക്കിവെച്ചതിൽ ഏതാണ്ട് മുഴുവൻ തുകയും അനുവദിച്ച് ഉത്തരവിറങ്ങി. ജില്ലയ്ക്ക് 5 ലക്ഷം വീതം 70 ലക്ഷം രൂപയാണ് ഇതുവരെ പരിശീലനത്തിനായി ജില്ലകളിലേക്ക് നൽകിയത്. മൊബൈൽ ആപ്ലിക്കേഷൻ, വെബ്സൈറ്റ് എന്നിവ തയ്യാറാക്കാനും പ്രചാരണം നൽകാനും പണം ചെലവിട്ടു. ഹൈക്കോടതി സർവേ തടഞ്ഞതോടെ ഇതുവരെ മുടക്കിയ പണം പാഴായത് മെച്ചം. ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജി നൽകാനാണ് സർക്കാരിന്റെ തീരുമാനം. എന്തായാലും മുഖ്യമന്ത്രി അണികൾക്ക് കൊടുത്തിരിക്കുന്ന ഉപദേശത്തിൽ എല്ലാവരും ക്ഷമയോടെ കേട്ടിരിക്കണം എന്നൊക്കെ ഉള്ളതായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ക്ഷമ എത്രത്തോളമാണെന്ന് കേരളത്തിന് ബോധ്യപ്പെട്ടതാണല്ലോ. പല വേദികളിൽ വെച്ച് മുഖ്യമന്ത്രി പലരെയും അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തതിലൂടെ നമ്മൾ കണ്ടതാണ്. ഈ മനുഷ്യൻ തന്നെയാണ് എല്ലാവരെയും വെറുപ്പിക്കുന്നത്. ഈ മനുഷ്യൻ തന്നെയാണ് ഒരു ക്ഷമയും ഇല്ലാത്ത ആളായി പെരുമാറുന്നത്. എന്നിട്ട് അണികളോട് ഉപദേശം മാത്രം. കഴിഞ്ഞ ദിവസമായിരുന്നു KSTAയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിൽ ചെണ്ട കൊട്ടിയതിൽ മുഖ്യമന്ത്രി അസ്വസ്ഥനായിട്ട് പിറുപിറുത്തത്. ഉദ്ഘാടന പ്രസംഗത്തിനിടെ പ്രകടനത്തിന്റെ ഭാഗമായി എത്തിയ ചെണ്ടമേളമാണ് മുഖ്യമന്ത്രിയെ അസ്വസ്ഥനാക്കിയത്. കോട്ടയം തിരുനക്കര മൈതാനിയിലായിരുന്നു സമ്മേളനം. നിങ്ങളുടെ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ചെണ്ട കൊട്ടാണോ എന്ന് ചോദിച്ച മുഖ്യമന്ത്രി നമ്മുടെ നാടിന്റെ അവസ്ഥയെക്കുറിച്ചാണ് താൻ പറയുന്നതെന്നും മൈക്കിലൂടെ വിളിച്ചുകൂവി. പറയുന്നത് ശ്രദ്ധിക്കാൻ പാടില്ലെന്ന മട്ടിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ ചെണ്ടയെടുത്ത് കൊട്ടിക്കൊണ്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ഭാരവാഹികൾ ഇടപെട്ട് ചെണ്ട കൊട്ടുന്നത് ഉടൻ തന്നെ നിർത്തിക്കുകയായിരുന്നു. ചെണ്ട നിർത്തിയതിൽ സന്തോഷമുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. ഇത്തരത്തിൽ പല വേദികളിൽ കയറി ഇറങ്ങിയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നടന്നാൽ മതി എന്നുള്ള ധാർഷ്ട്യം കാണിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഉപദേശം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചിരിച്ചു മണ്ണ് കപ്പുകയാണ്
സോഷ്യൽ മീഡിയ. മറ്റൊരു കാര്യം, ഇതേ മുഖ്യമന്ത്രി, അതായത് കടക്ക് പുറത്തുനിന്ന് മാധ്യമങ്ങളെ ആക്ഷേപിച്ചിട്ടുള്ള മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഒരു പാലത്തിന്റെ ഉദ്ഘാടനത്തിന് മാധ്യമങ്ങൾ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കലിപ്പ് കാണിച്ചത് മുഴുവൻ. കണ്ണൂരിലെ ഒരു വേദിയിൽ വെച്ചായിരുന്നു മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ചോദിച്ചത്. സദസ്സിൽ ദൃശ്യമാധ്യമ ക്യാമറകൾ കാണുന്നില്ലെന്നും ചില സമൂഹ മാധ്യമങ്ങളുടെ ക്യാമറകൾ മാത്രമാണ് എത്തിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അഞ്ചരക്കണ്ടി ചെറുവളപ്പിലെ കേരള സയൻസ് പാർക്ക് IT പാർക്ക് ഉദ്ഘാടന പരിപാടിയിലും മുഖ്യധാരാ മാധ്യമങ്ങൾ വന്നില്ലെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. നാട്ടിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ തമസ്കരിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്നും സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചാരണം ഉറപ്പുവരുത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. പിണറായി വേങ്ങാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കീഴത്തൂർ പാലം ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു മാധ്യമങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ വിമർശനം. 10 വർഷക്കാലം ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ കലാപങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടാകാത്തതിന് കാരണം കേരളത്തിന്റെ പൊതു സ്വഭാവമാണെന്നും അതിന് പ്രധാന പങ്ക് വഹിച്ചത് പോലീസാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പിണറായിയിലെ പോലീസ് സ്റ്റേഷന് വേണ്ടിയുള്ള പുതിയ കെട്ടിട ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു ഈ പരാമർശം. വർഗീയ പ്രശ്നം ഉയരുമ്പോൾ പോലീസ് കർക്കശമായ നിലപാടെടുത്തു. ആരെയും ചാരി നിൽക്കില്ല. കുറ്റകൃത്യം നടത്തിയാൽ ആര് നടത്തി എന്ന് നോക്കേണ്ടതില്ല, മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ആരിലേക്കും എത്തരുത് എന്നുള്ള അജണ്ടയാണ് മാധ്യമങ്ങൾക്കെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ വേദിയിൽ വെച്ച് സംസാരിച്ചത്. ഇതേ മുഖ്യമന്ത്രി തന്നെയാണ് മാധ്യമങ്ങളോട് കടക്ക് പുറത്തെന്നും പറഞ്ഞ് അവരെ ആട്ടി ഓടിച്ചത്. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന മാമാങ്കത്തിന് മാധ്യമങ്ങളെല്ലാം നിരന്നങ്ങോട്ട് നിൽക്കണം, എന്നിട്ട് പിണറായിയുടെ തല, പിണറായിയുടെ ഫുൾ ഫിഗർ അത് മാത്രമായിരിക്കും ചാനലിൽ കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള തിട്ടൂരമാണ് പിണറായിക്കുള്ളത്. എന്നാൽ മാധ്യമങ്ങളും പിണറായിയുമായിട്ട് ഇപ്പോൾ അത്ര അങ്ങോട്ട് നല്ല അടുപ്പത്തിലല്ല. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം കാണാനിരിക്കുകയല്ല ഞങ്ങളെന്ന് മാധ്യമങ്ങളും പൊട്ടിച്ചതോടെ ഇരു കൂട്ടരും തമ്മിൽ ഇപ്പോൾ വലിയ പോര് മറ്റൊരു വഴിക്ക് നടക്കുന്നുമുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഡിയോ പുറത്തു വന്നതോടുകൂടി വീണ്ടും ഗൃഹസന്ദർശന പരിപാടികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഗൃഹസന്ദർശനത്തിന് പോകുന്നവർ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഗൃഹസന്ദർശനത്തിന് പോകുമ്പോൾ ജനം ഇനി എങ്ങനെ CPMനെ സ്വീകരിക്കും, അതോ കൈവയ്ക്കുമോ എന്നുള്ളത് കണ്ടറിയണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.